AKGCT ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. മുൻ എം.പി. ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് നടന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി മുൻ എം.പി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. UGCയുടെ പുതിയ കരട് നയരേഖ എത്രമാത്രം വിദ്യാർത്ഥി വിരുദ്ധവും അധ്യാപിക വിരുദ്ധവുമാണെന്ന് ജോയ്സ് ജോർജ് വിശദീകരിച്ചു. ഫെഡറലിസത്തെ തകർക്കുന്ന UGCയുടെ നയരേഖ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് നൽകുന്ന സംസ്ഥാനങ്ങളെ നോക്കുകുത്തികളാക്കുന്നവയുമാണെന്നും അവ എതിർക്കപ്പെടേണ്ടതാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് മത്സര പരീക്ഷകളിൽ മറ്റവരോടൊപ്പം മത്സരിച്ച് മുന്നോട്ട് പോകാനാവാതെ പോകും. അവിടെ അവർ പിന്തള്ളപ്പെടുകയും വീണ്ടും അവരുടെ പഴയ സാമൂഹിക സാഹചര്യങ്ങളിൽ, സാമ്പത്തിക സാഹചര്യങ്ങളിൽ അവർ ജീവിക്കാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ്. പണക്കാരന്റെ മക്കൾ പണക്കാരായി പോകുന്നു, വിദ്യാഭ്യാസമുള്ളവരുടെ മക്കൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നു, മറ്റു തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് പഠിക്കാനാവുന്നില്ല, അവരുടെ അവസ്ഥയിൽ തുടരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ അപ്പോൾ ആ സ്റ്റാറ്റസ് കോ നിലനിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിലനിന്ന് പോകുന്ന ആ സ്റ്റാറ്റസ് കോ അത് മാറ്റുന്നതിലൂടെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യമായ വളർച്ച മുന്നോട്ടുണ്ടാക്കാൻ പറ്റും. സമ്മേളനത്തിൽ AKGCT സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MS മുരളി, ജില്ലാ സെക്രട്ടറി അനൂപ് ജെ ആലക്കാപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ MV, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാർ ഗവൺമെന്റ് കോളേജിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ പ്രത്യേക അനുമോദനം നേടിക്കൊടുത്ത കോളേജിലെ ത്രൈവ് പ്രോഗ്രാം കോർഡിനേറ്ററും NSS പ്രോഗ്രാം ഓഫീസറുമായ കൃഷ്ണ അമൽദേവിനെയും കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പുതുതായി ആരംഭിച്ച കൊമേഴ്സ് റിസർച്ച് സെന്ററിൽ റിസർച്ച് ഗൈഡായി നിയമിതനായ ഡോക്ടർ ജോബിൻ സഹദേവനെയും ഡോക്ടർ മിനിജ അബ്രഹാമിനെയും മലയാളം റിസർച്ച് സെന്ററിൽ റിസർച്ച് ഗൈഡായി നിയമിതനായ ഡോക്ടർ രജനി VR നെയും ആദരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു.